പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ കുട്ടികളുടെ ആർമി ഓഫ് ജീസസ് റിട്രീറ്റ് നല്ല അഭിഷേകമായിട്ട് ഇന്നലെ തുടങ്ങിയിട്ട് ഇന്ന് കുമ്പസാര ദിവസമാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു രഹസ്യം, പിന്നെ അതുപോലെ തന്നെ ഒരു കരുണക്കൊന്ത, ഇത് രണ്ടും കൂടിയിട്ട്, പിന്നെ ഫാസ്റ്റിങ്, ഇന്നത്തെ ഫാസ്റ്റിങ്ങും കുട്ടികൾക്ക് വേണ്ടി കാഴ്ചവെച്ചേക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം അത് ഹഗ്ഗായി പ്രവചനം 1:9. അവിടെ വചനം ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ് നൽകുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ കൃപയും അഭിഷേകവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്ന ഒരു വചനമാണ്. നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ. എൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ജീവിതത്തിലെ മനുഷ്യമക്കളുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് വിശ്വാസത്തെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ ശരിക്കും ഇതിൽ ശരിക്കും വേണമെങ്കിൽ അച്ഛൻ 5 വർഷമായില്ലേ, വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ച് ഇത് അത്ര വലിയ ഡിമാൻഡുള്ള സ്ഥലമൊന്നുമല്ല. അത് എവിടെ കിടക്കാൻ കാരണം എന്താ സഹോദരങ്ങളെ? ഒറ്റ കാര്യമുള്ളോ, ഞാനൊരു ദിവസം സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കും, നിന്നെ SMRCയിൽ വിട്ടപ്പോൾ നീ എന്താ പോകുന്നത്? നീ സ്വാർത്ഥനായതുകൊണ്ടല്ലേ, നിനക്ക് അവിടെ ഒരു സൗകര്യമില്ല, നിനക്ക് ഒരു സാധനവും കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നീ അവിടെ നിന്ന് ഓടിപ്പോകുന്നില്ലേ എന്ന് കർത്താവ് ചോദിക്കും. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും പ്രിയ സഹോദരങ്ങൾ അപ്പോട്ടം നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെങ്കിൽ, എനിക്ക് എൻ്റെ തമ്പുരാൻ റിവാർഡ് തരും. എനിക്ക് അവിടെ തന്നെയല്ല, ഇവിടെയും എനിക്ക് റിവാർഡ് തരുന്നുണ്ട്. എനിക്ക് നല്ല സമാധാനവും ശാന്തിയും. അതിൻ്റെ അർത്ഥം പ്രതികൂലങ്ങളില്ല എന്നല്ല, പ്രതികൂലങ്ങളുടെ നടുവിലും പ്രിയ സഹോദരങ്ങളെ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും എൻ്റെ ജീവിത നൗക അത് തുഴയാൻ വേണ്ട അഭിഷേകം എൻ്റെ കർത്താവ്. ഒറ്റ കാര്യമുള്ള സഹോദരങ്ങളെ, എൻ്റെ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ പൂർണ്ണമായിട്ട് അതിൽ ഞാൻ വ്യഗ്രചിത്തനൊന്നുമില്ല, എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ അണ്ണാൻ കുഞ്ഞ് തന്നാലായത് എന്ന് പറയുന്നത് പോലെ അച്ഛൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സുവിശേഷത്തിന് വേണ്ടി അറിഞ്ഞ് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ 10-1 തീക്ഷ്ണത സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ കാണിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകും. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ കുറേ കരഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞു. ആ കരാഞ്ചിറയിൽ നിന്ന് 3 പിള്ളേർ വന്നു എന്ന് പറഞ്ഞില്ലേ ചൊവ്വാഴ്ച, അത് അവർ നല്ല തീക്ഷ്ണമതികളാണ്. അതുപോലെ അച്ഛൻ്റെ ഇടവകയിൽ നിന്ന് ഓൾട്ടർ ബോയ്സ്, അപ്പോൾ അവരൊക്കെ ശരിക്കും അതൊക്കെ കർത്താവ് കാണുന്നുണ്ട് മക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ പ്രതി, അത് അച്ഛൻ്റെ സെൻറ്റർ മാത്രമല്ല കേട്ടോ, എവിടെയൊക്കെ സെൻറ്ററുകളുണ്ടോ, ശുശ്രൂഷാലയങ്ങളുണ്ടോ, അവിടെയൊക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള ശുശ്രൂഷകളും സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആകെ കൂടി നമുക്ക് ഇനി വചനമാണ്. ഈ വചനത്തെ മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ പരിശീലിക്കണം. ആ പരിശീലനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മളാൽ കഴിയുന്നത് എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യണം. പിന്നെ നമ്മളുടെ സീലിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. കുട്ടികൾക്കത് വലിയൊരു ആശ്വാസമായി. അത് മുമ്പ് വരാത്തവർക്ക് അത് മനസ്സിലാവില്ല. ശരിക്കും കുറേ പേര് കഴിഞ്ഞ റിട്രീറ്റിനൊക്കെ പങ്കെടുത്തവരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇതൊക്കെ മുൻപ് ചെയ്യായിരുന്നു എന്നൊക്കെ അവർ പറയുകയൊക്കെ ഉണ്ടായി. പിന്നെ നമുക്കാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അതൊക്കെ ആയിക്കൂടി ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വൈകിയതാണ്. വലിയൊരു അനുഗ്രഹമായി. നിങ്ങൾ നന്ദി പറയണം കേട്ടോ. സീലിംഗ് ഒക്കെ കഴിഞ്ഞതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സുവിശേഷത്തെ പ്രതിയുള്ള ഒരു ജ്വലനം നിങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളുടെ അടുത്ത് ഓരോ ശുശ്രൂഷാലയങ്ങൾ, വചന ശുശ്രൂഷാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കേൾക്കുന്നവർ നിങ്ങൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്തൊക്കെ ഒരു വചന ശുശ്രൂഷാലയം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അമേരിക്കയിലുള്ളവരാണെങ്കിൽ അവിടെ, ഇന്ത്യയിലുള്ളവരാണെങ്കിൽ അവിടെ, പിന്നെ ആഫ്രിക്കയിലുള്ളവരാണെങ്കിൽ അവിടെ, യൂറോപ്പിലുള്ളവരാണെങ്കിൽ അവിടെ വചന ശുശ്രൂഷാലയങ്ങൾ പ്രിയ സഹോദരങ്ങൾ ഒരു ദേശത്തുണ്ടാകുന്നത് അത് ആ ദേശത്തിൻ്റെ ഉണർവിന് കാരണമാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അഭിഷേകം കർത്താവേ ദൈവജനത്തിൽ കത്തിപ്പടരട്ടെ. വചന ശുശ്രൂഷാലയങ്ങൾക്ക് വേണ്ടി മരിക്കാനായിട്ടുള്ളൊരു അഭിഷേകം കർത്താവേ ഇവർക്ക് ലഭിക്കണമേ, നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ കുമ്പസാരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.